ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ കലാപഠന സഹായിലെ നൃത്തവും നാടകവുമായി ബന്ധപ്പെട്ട വളരെ ചെറിയൊരു പോർഷനാണ്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമുക്ക് അക്കാഡമിയിലെ സൗജന്യ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ആ ഒരു ക്ലാസ്സുകൾ കൂടി ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇപ്പോൾ അക്കാഡമി അൺലോക്ക് 20 എന്ന് പറയുന്ന ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് ഷാഫി ഐ എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഫീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് 20% ഓഫർ കഴിഞ്ഞ് ഈ ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഒരു വർഷത്തേക്കും അതുപോലെ 6 മാസത്തേക്കും 18 മാസത്തേക്കും 24 മാസത്തേക്കും വരുന്നത്. അപ്പോൾ മറക്കണ്ട, ഷാഫി ഐ എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ അക്കാഡമിയിലെ ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജേതാവ് 250 ഡേയ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഫൗണ്ടേഷണൽ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCRT ക്ലാസ് 11നെയും +2നെയും ബേസ് ചെയ്തിട്ടുള്ളൊരു ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. 12th ലെവലിന് വേണ്ടിയിട്ടുള്ള ബിഗിനേഴ്സ് ബാച്ച്, 10th ലെവലിന് വേണ്ടിയിട്ടുള്ള ഒരു ബിഗിനേഴ്സ് ബാച്ച് ഇപ്പോൾ അക്കാഡമിയിലുണ്ട്. സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് അക്കാഡമി വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഇന്ന് പറയാൻ പോകുന്നത് കലാമണ്ഡലം ഗോപിയെക്കുറിച്ചിട്ടാണ്. PSC പരീക്ഷകളിൽ ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണ്. കലാമണ്ഡലം ഗോപി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? പഠിച്ചു വെച്ചിരിക്കണം. ഏതാണ്? കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം കഥകളിയിൽ തന്നെ പച്ച എന്ന് പറയുന്ന വേഷങ്ങളിലാണ് തൻ്റെ പ്രാധാന്യമായിട്ടുള്ള എല്ലാ വേഷങ്ങളും അദ്ദേഹം ചെയ്യുമെങ്കിലും പച്ച വേഷങ്ങളാണ് അദ്ദേഹം കൂടുതൽ ആസ്വാദക പ്രശംസ നേടിയിട്ടുള്ളത്. പാലക്കാടുകാരനാണ്. അപ്പം അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് കഥകളിയിൽ കല്ലുവഴിച്ചിട്ടയെ ജനപ്രിയമാക്കുന്നതിനായിട്ട് പ്രധാന പങ്ക് വഹിച്ചൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കഥകളിയിൽ തന്നെ പച്ച വേഷങ്ങളാണ് അദ്ദേഹം കൂടുതൽ കൈകാര്യം ചെയ്യുന്നതിൽ ആസ്വാദക പ്രശംസ നേടിയിട്ടുള്ളത്. ഒപ്പം കലാമണ്ഡലം ഗോപിയുടെ നളനും ശ്രദ്ധിച്ചേ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ദമയന്തിയും ഏറെ പ്രസിദ്ധമാണ്. അദ്ദേഹം 2009 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അദ്ദേഹം ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ്? കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബിർജു മഹാരാജിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ കഥക നൃത്തത്തിലെ പ്രധാനമായിട്ടുള്ള ആചാര്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ കഥക നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതജ്ഞൻ കൂടിയാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതജ്ഞൻ കൂടിയാണ്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ശംഭു മഹാരാജിൻ്റെയും ലച്ചു മഹാരാജിൻ്റെയും പാരമ്പര്യം പേരുന്ന മഹാരാജ കുടുംബത്തിലെ ഇളയ അദ്ദേഹം, അതായത് അച്ചാൻ മഹാരാജിൻ്റെ മക്കനാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം കഥക് നൃത്ത രൂപത്തിലും ഒപ്പം തന്നെ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതജ്ഞൻ കൂടിയാണ് അദ്ദേഹം എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് മൃണാളിനിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മൃണാളിനി സാരാഭായ്, ആ പേരിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം വിക്രം സാരാഭായിയുടെ ഭാര്യയാണ്. ഓക്കെ, വിക്രം സാരാഭായ് ജീവിത പങ്കാളിയാണ്. ഭാരതത്തിൽ തന്നെ നമ്മൾക്ക് നൃത്തത്തിന് ശാസ്ത്രീയ നൃത്തത്തെ ലോക ജനതയ്ക്ക് മുന്നിൽ എത്തിച്ച വ്യക്തിയാണ്. ലോക പ്രശസ്തി ആർജിച്ച ദർപ്പണം എന്ന കലാകേന്ദ്രം ഇവരുടെ പ്രവർത്തനത്തിൻ്റെ നിത്യസ്മാരകമായി നിലകൊള്ളുന്നു. അപ്പോൾ ദർപ്പണം ആരുടേതാണ്? മൃണാളിനി സാരാഭായിയുടെ പ്രവർത്തനത്തിൻ്റെ മേഖലയായിട്ട് സ്മാരകമായിട്ട് നിലകൊള്ളുന്നു എന്ന് ഓർക്കണം. ധാരാളമായിട്ടുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒട്ടനേകം വിദ്യാർത്ഥികൾക്ക് കഥകളിലൂടെയും ഭരതനാട്യത്തിലൂടെയും പരിശീലനം നൽകിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ കഥകളിയിലും ഭരതനാട്യത്തിലും പരിശീലനം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് കുട്ടികൾക്ക്. മൃണാളിനി സാരാഭായ് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ദർപ്പണം, കഥകളി, അതേപോലെ തന്നെ ഭരതനാട്യത്തിലും പരിശീലനം നൽകിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നാടകവുമായി ബന്ധപ്പെട്ട് വയല വാസുദേവൻ പിള്ളയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കൊല്ലം ജില്ലക്കാരനാണ്. ഇതിൽ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ പ്രധാന കുറച്ച് കൃതികളുണ്ട്, അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുണ്ട്, രചനകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്തു വയ്ക്കണം കേട്ടോ. അപ്പോൾ തൃശ്ശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച വ്യക്തിയാണ്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയതാണ് തുളസീവരം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് അഗ്നി. നാലാപ്പാടൻ അവാർഡ് നേടിയ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം, ഒപ്പം കുഞ്ഞിച്ചിറകുകൾ, വരവേൽപ്പ്, ദർശനം,
കുചേല ഗാഥ തുടങ്ങിയ നാടകങ്ങളും രംഗഭാഷ, സൂത്രധാര, ഇതിലേ തുടങ്ങിയ നാടക പഠന ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മേഖല എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ 7th കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ 8th സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സീരീസ് മുഴുവനായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.